രാമോജി ഫിലിം സിറ്റി കാണാൻ ആഗ്രഹിക്കുന്നവർ പോകുന്നതിന് മുന്നേ ഈ വീഡിയോ കണ്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതിൻ്റെ അകത്ത് വിശേഷങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ടൈമിങ്, ചാർജ്, ഫുഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇനി പോകാൻ സാധിക്കാത്തവർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ വരെ ഇടം നേടിയിട്ടുള്ള ഈ ഫിലിം സിറ്റിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എത്ര കണ്ടാലും മതി വരാത്ത അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഹൈദരാബാദിലുള്ള രാമോജി ഫിലിം സിറ്റിയെ. ഹൈവേയിൽ നിന്നും ഫിലിം സിറ്റിയിലേക്ക് കടക്കാനുള്ള ഫസ്റ്റ് എൻട്രൻസ് ആണ് ഇത്. ഗേറ്റ് കടന്ന ഉള്ളിലേക്ക് ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെയാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. നമ്മൾ ഗേറ്റ് കടന്ന ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ കുറച്ച് ദൂരമായിട്ട് നമ്മുടെ രാമോജി ഫിലിം സിറ്റിയുടെ ഒരു ലോഗോ ഒക്കെ കാണാവുന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ടൈമിങ് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇനി ഈ ഫിലിം സിറ്റി സന്ദർശിക്കാനുള്ള ചാർജ് എന്ന് പറയുന്നത്, അതായത് 2025 നവംബറിലെ ചാർജാണ് ഞാൻ പറയുന്നത്. മുതിർന്നവർക്ക് 1711 രൂപയും കുട്ടികൾക്ക് 1475 രൂപയും. കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് 33 ഇഞ്ച് തൊട്ട് 54 ഇഞ്ച് വരെ ഹൈറ്റുള്ള കുട്ടികളാണ്. അവിടെ ഏജ് അല്ല നോക്കുന്നത്, ഹൈറ്റാണ്. 33 ഇഞ്ചിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫീസ് വേണ്ട. പിന്നെ ഡിഫൻസിന് കൺസെഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 1297 രൂപയും മോന് 1179 രൂപയാണ് കൊടുക്കേണ്ടി വന്നത്. ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു കൂപ്പൺ തരും. അത് നമ്മളുടെ ഡ്രസ്സിൽ ഒട്ടിച്ച് വയ്ക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ബിൽഡിങ്ങിനുള്ളിലൂടെയാണ് നമ്മൾ അകത്ത് പ്രവേശിക്കുന്നത്. അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. കുടിവെള്ളം മാത്രം കൊണ്ടുപോകാം. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഉള്ള കുറുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. പക്ഷേ ചെറിയൊരു ബിസ്ക്കറ്റ് പാക്കറ്റൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അവരത് കണ്ടുപിടിച്ചില്ല. പിന്നീട് ഇവിടെ നിന്ന് ഇങ്ങനത്തെ ബസ്സുകളിൽ കയറ്റിയിട്ടാണ് നമ്മൾ ഫിലിം സിറ്റിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം ഉണ്ടാവും അങ്ങോട്ടേക്ക്. പോകുന്ന വഴിക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലോഗോ ഉണ്ടല്ലോ, റാമോജീൻ്റെ ലോഗോ കാണാവുന്നതാണ്. ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒരു ബുക്കിലെറ്റ് കിട്ടും. അതിൻ്റെ അകത്ത് നമ്മൾ കാണാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിന് ശേഷം എന്തൊക്കെ കാണണ്ടേന്ന് അവർ കറക്റ്റ് ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇവിടെയുള്ള ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് നമ്മളെ വണ്ടികളിൽ കൊണ്ടാക്കും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് സംഭവങ്ങളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 5:30-6 മണി സമയത്തിനുള്ളിൽ അവിടെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഷോസും എല്ലാം കണ്ടു തീർക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ മിസ്സാവും. ഞങ്ങൾക്ക് അതേ അബദ്ധം പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറേ ഷോസ് നമുക്ക് കാണാൻ പറ്റിയില്ല. കാരണം 6 മണിക്കാണ് അവിടെ ക്ലോസിങ് സെറിമണി ഉള്ളത്. അതിന് മുന്നേ നമ്മളെല്ലാം കണ്ടു തീർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റാമോജിയുടെ മെയിൻ ഗേറ്റ് കടന്ന് ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. 2 സൈഡിലും അതിമനോഹരമായ കാഴ്ചകളാണ് ഉള്ളത്. റാമോജിയുടെ യുറേക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ആ ബസ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഓപ്പണിംഗ് സെറിമണി ഉണ്ടായിരുന്നത് 9 മണിക്ക്. പക്ഷേ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ ക്യൂ നിന്നിട്ട് അടുത്ത ബസ്സിൽ കയറിയിട്ടാണ് സ്ഥലത്തേക്ക് പോകുന്നത്. ഇങ്ങനത്തെ ഈ കാണുന്ന ഓപ്പൺ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഓരോ ബസ്സിലും ഓരോ ഗൈഡ് ഉണ്ടാവും. അവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവേ. So this place name is Eureka, our tour starting and ending point. So right now we are going to see some beautiful gardens, settings, fountains and Bahubali set. Are you ready to see the Bahubali set? Yes! Film city known as Mughal Garden. ഇത് പുറമേ നിന്ന് നോക്കിയാൽ ദില്ലി മുഗൾ ഗാർഡൻ്റെ ഷേപ്പും അകത്ത് നോക്കിയാൽ മൈസൂർ ഗാർഡൻ്റെ ഷേപ്പുമാണുള്ളത്. ഇവിടെ നിരവധി ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. മൂവീസിലെ വലിയ വലിയ മാരേജ് പാർട്ടികളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ കാണുന്ന ഗാർഡനിൻ്റെ ഉള്ളിൽ വിദ്യാ ബാലൻ്റെ ഉലാല ഉലാല എന്ന് പറയുന്നൊരു മൂവീൻ്റെ സോങ് ഷൂട്ട് ചെയ്തതായിട്ട് അവർ പറയുന്നുണ്ട്. ഇത് ഏഞ്ചൽ ഫൗണ്ടെയിൻ, ഫിലിം സിറ്റിയിലെ ഏറ്റവും ഹൈറ്റുള്ള ഒരു ഫൗണ്ടെയിനാണ് ഇത്. പിന്നെ ഇവിടെ ഹിന്ദി ഏതോ ഒരു മൂവീൻ്റെ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തതായിട്ട് അവർ പറയുന്നുണ്ട്. എനിക്ക് ആ മൂവീൻ്റെ പേരൊന്നും ഓർമ്മയില്ല കേട്ടോ. നമ്മുടെ ഉദയനാട് താരം എന്ന സിനിമയിലെ സോങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തു.
ഇത് ഒരു മൾട്ടി പർപ്പസ് ബിൽഡിംഗ് ആണ്. മൂവിക്കൊക്കെ ഹൈക്കോർട്ടൊക്കെ ആയിട്ട് ഈ ബിൽഡിങ്ങിനെ സെറ്റാക്കി എടുക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. ഇത് ഫ്ലെക്സിബിൾ ഹൗസസ് ആണ്. അതായത് മൂവിയിലെ ഹീറോയുടെ വീട് ഫ്രണ്ടിൽ, ഹീറോയിൻ്റെ വീട് ബാക്ക് സൈഡിൽ വില്ലൻ്റെ വീടും, അങ്ങനെ ഒരു സിനിമയിലേക്ക് വേണ്ട 4 വീടുകൾ ഒരു വീട്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ ടോപ്പിൽ കാണുന്നതാണ് രാമോജി ഫിലിം സിറ്റിയുടെ ഓണറുടെ വീട്. പിന്നെ അങ്ങോട്ട് കാണുന്നതൊക്കെ ബസാറുകളാണ്. അതായത് മാർക്കറ്റ് പ്ലേസസ്, മലയാളം, തമിഴ്, ഹിന്ദി അങ്ങനെ പല ഭാഷക്കാരുടെ മാർക്കറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ മൂവീസിനനുസരിച്ച് അവർ അതിൻ്റെ ബോർഡുകളൊക്കെ മാറ്റി സെറ്റാക്കി എടുക്കും. സിംഗം പോലീസ് സ്റ്റേഷൻ, പിന്നെ അങ്ങോട്ടേക്ക് നിരവധി വീടുകളാണ്. നാട്ടുമ്പുറത്തെ വീടുകൾ, അങ്ങനെ പല ഭാഷക്കാരുടെ വീടുകൾ, റാണി മുഖർജിയുടെ വീട്, അങ്ങനെ ഒരു പറയുന്നുണ്ട്. വിശദമായിട്ട് പറഞ്ഞു തരുമില്ല. പിന്നെ അങ്ങോട്ട് ഇവർ ഫിലിം സിറ്റിയുടെ ഹിസ്റ്ററിയാണ് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 60,000 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. 96 ആദ്യത്തെ മൂവി ഷൂട്ട് ചെയ്തത്. അടുത്തതായിട്ട് ജയിൽ കാണാനാണ് കൊണ്ടുപോയത്. നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ജയിലുകളാണ്. മലയാളത്തിലെ CID മൂസ, പിന്നെ തമിഴിലെ ലേറ്റസ്റ്റ് മൂവി ജയിലർ, പിന്നെ വിജയ് ദളപതിൻ്റെ ലിവോ, അങ്ങനെ കുറേ മൂവീസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ ബസ്സിലെ യാത്ര അവസാനിക്കുന്നത് ബാഹുബലി ഫിലിം സെറ്റിലേക്കാണ്. അവിടെ അത് കണ്ടതിന് ശേഷമാണ് അടുത്ത സെറ്റിലേക്ക് നമ്മളെ വണ്ടിക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ അതിശയം തോന്നുന്ന കാര്യം അവർ പറയുന്നത്, ഈ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ബാഹുബലിൻ്റെയൊക്കെ വലിയ വാട്ടർഫോൾസൊക്കെ ഈ ബിൽഡിങ്ങിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഇതാ ഈ ഒരു വലിയ സെറ്റാണ്. രാമായണം, മഹാഭാരതം ഒക്കെ സീരിയലൊക്കെ ഷൂട്ട് ചെയ്ത വലിയൊരു സെറ്റാണ്. ഈ രാജസദസ്സിൽ ഇരിക്കുന്നതൊക്കെ പ്രതിമകളാണ് കേട്ടോ. ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ കോൺക്രീറ്റ് ബിൽഡിംഗ് പോലെയുണ്ട്. പക്ഷേ ഇതെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസും മറ്റേ ഫ്ലൈവുഡൊക്കെ കൊണ്ടുണ്ടാക്കിയതാണ്. അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു കഫേയാണ്. അവിടെ നമുക്ക് വേണ്ട സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ്, ചായ അങ്ങനെയൊക്കെ കിട്ടുന്നതാണ്. ഭക്ഷണ കാര്യത്തിൽ നമുക്ക് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റവും ഭക്ഷണം എല്ലാം ഉണ്ടായിരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ സെറ്റിലേക്കാണ്. ഓരോ മൂവിക്കനുസരിച്ച് അതിൻ്റെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത്രയും കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ഇനി അടുത്ത് നമ്മൾ ബാഹുബലി സെറ്റിലേക്കാണ്. അതിനായിട്ട് ഇതുപോലെ ഒരു വിൻറ്റേജ് ബസ്സിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ബാഹുബലി സെറ്റിൻ്റെ പുറമേയുള്ള കാഴ്ചയാണിത്. ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഈ ബാഹുബലി സെറ്റിൻ്റെ ഒരു ചെറിയൊരു മിനി ബാഹുബലി സെറ്റ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ബാഹുബലി സിനിമ ഒന്ന് കണ്ടിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ സെറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കുറേ കാഴ്ചകളുണ്ട് കാണാൻ. ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞു തരുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളേ. എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബാക്കി വരാൻ പോകുന്ന കാഴ്ചകളൊക്കെ മിസ്സാവാതെ കണ്ടു തീർക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു സമയം 12 ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളവിടെ ഒരു ബാഹുബലി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത്. 2 പേർക്കുള്ള ഈ ഒരു പ്ലേറ്റിന് 700 രൂപ, 4 പേർക്കുള്ള ഈ ഒരു പ്ലേറ്റിന് 1350 രൂപ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് അഡ്വഞ്ചർ ലാൻഡിലേക്കാണ്. അവിടെ 2 ഗെയിം നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റിനനുസരിച്ചുള്ള. ബാക്കി ഗെയിമിനൊക്കെ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ എടുക്കുമെന്നാണ് പറഞ്ഞത് ഫുള്ള് കാണാൻ. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി വന്നതേ ഉള്ളൂ. ശരിക്കും അഡ്വഞ്ചർ തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ അതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന യൂറോപ്യൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതായത് യൂറോപ്യൻ മാതൃകകളിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ബഡ്ജറ്റ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെയുള്ള ബിൽഡിങ്ങുകളിൽ വെച്ചിട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു ഷോയാണ്. ഒത്തിരി ക്യാമറാസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂമാണ്. അവിടെ ഒരാൾ ആക്ഷൻ കാണിക്കുമ്പോൾ അതിൻ്റെ സ്ക്രീനിൽ കാണുന്ന രൂപം ഇങ്ങനെയാണ്, അവതാർ ഫിലിമിലൊക്കെ കാണുന്നത് പോലെ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു എയർപോർട്ടിലേക്കാണ്, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. അതിന് തൊട്ട് മുന്നേ ഒരു ഹോസ്പിറ്റലൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുള്ളിലോട്ട് പ്രവേശനമില്ല കേട്ടോ. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനുള്ളിലൂടെയൊക്കെ കയറി നോക്കാവുന്നതാണ്. അടുത്ത ഇതൊരു മൾട്ടി പർപ്പസ് ഹോളാണ്. തമിഴ് മൂവി, ചെന്നൈ എക്സ്പ്രസ്, ചന്ദ്രമുഖി അങ്ങനെ സിനിമകളിലൊക്കെ കുറച്ച് ഭാഗങ്ങളെ കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹൈക്കോർട്ടൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് കുറേ ഗാർഡൻസ് ആണ് കേട്ടോ. നമ്മളത് വണ്ടിയിലിരുന്നാണ് കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് രാജസ്ഥാനിലെ ജയ്പൂർ മഹലിൻ്റെ മോഡലിലുള്ള ഒരു ബിൽഡിങ്ങിലേക്കാണ്. അവിടെ സോങ്സ് ഒക്കെ ഉണ്ട്. അവിടുന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിമനോഹരം ഒരു ഗാർഡനാണ്. ജപ്പാനീസ് മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഗാർഡനാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഗാർഡൻസിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ.
അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. അവിടെ ഉണ്ടല്ലോ കുറേ പൂക്കളുടെ വിത്തുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ 2-3 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്, ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല, കിളുക്കുക ആവോ. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന പക്ഷികളുടെ ലോകത്തേക്കാണ്. പക്ഷികൾ എന്ന് കേൾക്കുമ്പോൾ അത്ര വില കുറച്ച് കാണണ്ട കേട്ടോ. വിദേശികളും സ്വദേശികളും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ടൈപ്പ് പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കുറേ വെറൈറ്റി തത്തകളാണ്. കൂട്ടിൽ അടച്ചിട്ട പക്ഷികളും ഓപ്പൺ എയറിലുള്ള പക്ഷികളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ടാവും കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് കൃപാലു കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇത് ഒരു എന്താ പറയുക ഗുഹ പോലെ ഉള്ളിലേക്കാണ്. ഇതെന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഭിത്തിയിലൊക്കെ കുറേ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളിൽ ഇതുപോലെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഓരോ സംഭവത്തിനും ഓരോ ഹിസ്റ്ററി ഉണ്ടാകുമല്ലോ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബോൺസായി ഗാർഡൻ ഉണ്ട്, പിന്നെ ഒരു സ്റ്റോൺ ഗാർഡൻ ഉണ്ട്, അങ്ങനെ കുറച്ച് ഗാർഡൻസ് കാണാനുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് മൂവി മാജിക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ കുറേ ഷോസാണ് നടക്കുന്നത്. ഇത് ലൈറ്റ് ആക്ഷൻ ഷോയാണ്. അത് കഴിഞ്ഞ് അടുത്ത ഷോ എന്ന് പറയുന്നത് ആക്ഷൻ തിയേറ്റർ ഫിലിം മേക്കിംഗ്. ഒരു ഫിലിം എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, അതിന് എങ്ങനെയാണ് സൗണ്ട് കൊടുക്കുന്നത് എന്നൊക്കെയാണ് അവരവിടെ കാണിച്ചു തരുന്നത്. മൈക്കിൻ്റെ മുന്നിൽ ഇതുപോലെ ഒരു ഷീറ്റിലേക്ക് മണൽ വാരിയിട്ട് കഴിയുമ്പോൾ മഴ വരുന്ന സൗണ്ട് കേൾക്കാം. ഒരു ഷോ കഴിഞ്ഞാൽ അടുത്ത ഷോ, അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഷോ, അങ്ങനെയാണ് ആൾക്കാരെ ഇവർ സെറ്റ് ചെയ്ത് വിടുന്നത്. ഇപ്പോൾ ഉള്ളത് സ്പേസ് യാത്രയാണ്. നമ്മൾ ഒരു അടച്ചിട്ടൊരു റൂമിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സ്ക്രീനിൽ അവർ സ്പേസിൻ്റെ ചിത്രം അവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ സീറ്റ് സഹിതം കുലുങ്ങുന്നുണ്ടാവും. നമ്മൾ സ്പേസിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാവും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് 2-3 ഷോസ് മിസ്സായി എന്ന് പറഞ്ഞത്. 5:40-നാണ് ലാസ്റ്റ് സ്റ്റണ്ട് ഷോ ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടി അതിന് മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് ഷോസ് കാണാൻ പറ്റിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഷോയാണ് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകളിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ആൾക്കാർ പറന്ന് വന്ന് ഭയങ്കര സ്റ്റണ്ട്, മൂവിയിലൊക്കെ എങ്ങനെ സ്റ്റണ്ട് ഷൂട്ട് ചെയ്യുന്ന അതേമാതിരി കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഇവിടെ കുറച്ചധികം ഷോസ് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് ഷോസ് കൂടിയുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറച്ചധികം കാണാനും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ട്രീറ്റൊക്കെ ഉണ്ട് കേട്ടോ. മൂവിക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് മാർക്കറ്റ് പോലത്തെ സ്ഥലങ്ങൾ, വീടുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുറേക്ക എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം വന്നിറങ്ങിയ സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എൻഡിങ് പോയിൻറ്റും. ഇതാ ഈ കാണുന്ന സ്റ്റേജിലാണ് ക്ലോസിംഗ് സെറിമണി നടക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് നിരവധി ഫുഡ് കോർട്ടുകളാണ്. ഇതാ ഈ കാണുന്ന കട്ട്ലറ്റാണ്, വെജ് കട്ട്ലറ്റ്. 4 വെജ് കട്ട്ലറ്റിന് 150 രൂപയാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടല്ലോ, അപ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെയുള്ള സാധനങ്ങളുടെ വില. കുറേ ഫുഡിൻ്റെ സ്റ്റോളുകളുണ്ട്. ചായയൊക്കെ ഉണ്ട്. ചായക്ക് 30 രൂപ, സാധാ ചായക്ക്. ഇറാനി ചായ എന്ന് പറയുന്നൊരു ചായക്ക് 60 രൂപ. പിന്നെ ഇതുപോലെ സമോസ, അങ്ങനെ കുറേ ഫുഡ് സ്റ്റാളുകളുണ്ട്. പിന്നെ ഇവിടെയുള്ളത് കുറേ ഗെയിം സോണുകളാണ്. കുട്ടികൾക്കാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിലൊക്കെ കയറണമെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കണം കേട്ടോ. 50 രൂപ, 100 രൂപ, അങ്ങനെയൊക്കെയാണ്. ഏകദേശം സമയം 6:30 ആയിട്ടുണ്ടായിരുന്നു. ക്ലോസിംഗ് സെറമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ ഗെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ്. ഒരു 7 മണിയോടുകൂടി തിരിച്ചു പോകുന്നു. ബസ് കാത്ത് നിൽക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ഒരു സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇവിടുന്ന് ബസ്സിന് നമ്മളെ കൊണ്ടാക്കും. നമ്മളിവിടെ ബസ് കാത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമേ ഇല്ല കേട്ടോ. ഒരു ബസ്സിൽ കയറേണ്ട ആൾക്കാർ കയറി ഫുള്ളാകേണ്ട താമസമുള്ളൂ. അടുത്ത ബസ് വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിച്ച കാഴ്ചകളേക്കാൾ കൂടുതൽ കാഴ്ചകളുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മണിക്കൂർ കണ്ട കാഴ്ചകളെ നമ്മളൊരു 15 മിനിറ്റിലോട്ട് ചുരുക്കുമ്പോൾ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു.